പ്രധാനമന്ത്രിയുടെ കൊച്ചി സന്ദർശനത്തിനിടെ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കേരളത്തിലെ എയിംസിന് എന്താണ് കാലതാമസമെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി. എന്തുകൊണ്ട് കേരളം എയിംസിന് അനുയോജ്യമല്ലെന്നും കോടതി ചോദിച്ചു. 22 എയിംസ് അനുവദിച്ചതിലെ മാനദണ്ഡം എന്താണെന്നും ചോദ്യമുയർന്നു. സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഹൈക്കോടതി ഇടപെട്ടത്. കഴിഞ്ഞ കേസിന്റെ സിറ്റിങ്ങിനും വലിയ വിമർശനം കോടതി ഉയർത്തിയിരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതായത് സംസ്ഥാനത്തെ എയിംസ് അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഒരു പൊതു താൽപ്പര്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഇത് സംബന്ധിച്ചൊരു സാധ്യതാ പഠനം നടത്തി അതിൻ്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. അന്ന് 4 ആഴ്ച സമയം തേടിയെങ്കിലും കോടതി അനുവദിച്ചില്ല. എത്രയും പെട്ടെന്ന് സമർപ്പിക്കണം എന്ന നിർദ്ദേശമാണ് അന്ന് നൽകിയത്. മാത്രമല്ല, കിനാലൂരിൽ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച ഭൂമിയിൽ ഈ എയിംസ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഒരു സാധ്യതാ പഠനത്തിനാണ് അന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇന്ന് കേസ് വന്നപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ ഇതിൻ്റെ ഒരു സാധ്യതാ പഠനം സംബന്ധിച്ച് ഒരു വിവരവും കൈമാറാനോ റിപ്പോർട്ട് കൈമാറാനോ കോടതിയിൽ തയ്യാറായില്ല. അതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. കടുത്ത വിമർശനം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതിന് എന്താണ് കാലതാമസം എന്നാണ് കോടതിയുടെ ചോദ്യം. എന്തുകൊണ്ട് കേരളത്തിന് എയിംസ് അനുവദിക്കുന്നില്ല? കേരളം എയിംസിന് അർഹരല്ലേ എന്നതാണ് കോടതി ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഈ നിലപാട് അനുയോജ്യമല്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ ഇക്കാര്യത്തിൽ കുറേ വിശദീകരണം നൽകുന്നുണ്ട്. ക്യാബിനറ്റ് തീരുമാനവും ഫണ്ട് വകയിരുത്തലും ആവശ്യമാണ് ഇതിനുവേണ്ടി എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം. അപ്പോൾ കോടതി ചോദിച്ചത്, ഇതിനകം തന്നെ 22 എയിംസ് അനുവദിച്ചു എന്നാണ് കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാനദണ്ഡം എന്താണ്? ആ മാനദണ്ഡം എന്തുകൊണ്ട് കേരളത്തിന് ബാധകമാകുന്നില്ല എന്നുള്ളതാണ്. 10-11 വർഷമായി കേരളം എയിംസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ നിന്ന് കേന്ദ്രത്തിന് ഇക്കാര്യത്തിൽ നിവേദനങ്ങളും അപേക്ഷകളും ഒക്കെ പോയിട്ടുമുണ്ട്. അത് പരിഗണനയിലുമാണ്. പക്ഷേ 11 വർഷമായിട്ടും അക്കാര്യത്തിൽ അനുകൂലമായി തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി നടത്തിയ വിമർശനം. സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു കേന്ദ്ര സർക്കാർ സ്ഥലത്തിന്. അതിനനുസരിച്ച് സ്ഥലം സംസ്ഥാന സർക്കാർ കണ്ടെത്തി നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ എന്ത് കാലതാമസമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ് കോടതി ചോദിക്കുന്നത്. ഒപ്പം തന്നെ നയപരമായ തീരുമാനത്തിൻ്റെ പേരിൽ മാത്രം ഒരു സംസ്ഥാനത്തോട് വിവേചനം കാണിക്കരുത് എന്നാണ് കോടതി വിമർശനമായി ഉന്നയിക്കുന്നത്. ഇത് സംബന്ധിച്ച് സാധ്യതാ പഠനം സംബന്ധിച്ച് അത് വൈകുന്നത് സംബന്ധിച്ച് അല്പം മുമ്പ് കോടതി വീണ്ടും കേസ് പരിഗണിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ വിശദീകരിച്ചു. 22 പുതിയ എയിംസുകളിൽ 18 എണ്ണം പ്രവർത്തനക്ഷമമായി, 4 എണ്ണം നിർമ്മാണ ഘട്ടത്തിലാണ്. പുതുതായി അനുവദിച്ച എയിംസുകളിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൻ്റെ എയിംസിന് വൈകൽ എന്നുള്ള വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നയപരമായ തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ സാധ്യതാ പഠനം നടത്താനാകൂ എന്നുള്ള ഒരു വിചിത്രമായ വാദമാണ് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ നൽകിയത്. ഏതായാലും ഇപ്പോഴും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷ ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഈ കേസ് പരിഗണിച്ചു. ഉച്ചയ്ക്ക് മുമ്പ് പരിഗണിച്ചപ്പോൾ ആ സാധ്യതാ പഠനത്തിനുള്ള നിർദ്ദേശം കഴിഞ്ഞ തവണ നൽകിയിരുന്നല്ലോ, അതിൻ്റെ സ്ഥിതി എന്തായി എന്നറിയിക്കാൻ പറഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ ഓൺലൈനായി ഹാജരായി. ഉച്ച കഴിഞ്ഞ് വീണ്ടും കേസെടുത്തു. അല്പം മുമ്പ് കേസെടുത്തിട്ടാണ് ഇത്തരമൊരു വിചിത്രമായ വിശദീകരണം നൽകിയിരിക്കുന്നത്. അതാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിനെ ചൊടിപ്പിച്ചത്. ഒരു കാരണവശാലും അനുവദിക്കാനാവില്ല ഈ വിവേചനം എന്ന തരത്തിൽ തന്നെയാണ് കോടതിയുടെ പരാമർശം. തീർച്ചയായും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ മനഃപൂർവമായ ഒരു ഉപേക്ഷ വിചാരിക്കുന്നുണ്ട് എന്ന് കോടതിക്കടക്കം ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ചില സംസ്ഥാനങ്ങളിൽ 2 എയിംസ് പ്രവർത്തിക്കുന്നു. എന്നിട്ടാണ് കേരളം പോലെ ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനത്ത് ഒരു എയിംസ് അനുവദിക്കണം എന്ന നിരന്തരമായ ആവശ്യത്തെ തള്ളിക്കളയാണ്. കിനാലൂരിൽ വളരെ കൃത്യമായി തന്നെ എയിംസിന് വേണ്ടത്ര ഭൂമി ഏറ്റെടുത്ത് നൽകിയിട്ടുണ്ട്, സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. അക്കാര്യങ്ങളടക്കം പലതവണ ആരോഗ്യമന്ത്രി അടക്കം പലതവണ കേന്ദ്രത്തെ ബോധിപ്പിച്ചതുമാണ്. പക്ഷേ ഒരു കാരണവശാലും നമുക്കറിയാം, ഓരോ കാര്യത്തിലും നമുക്ക് കിട്ടേണ്ട നികുതി വിഹിതം പോലും തരാതെ അതിൽ അടക്കം കേന്ദ്ര സർക്കാർ എടുക്കുന്ന സമീപനം നമുക്കറിയാം. വയനാട് ദുരന്തത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എടുത്ത സമീപനം നമുക്കറിയാം. അങ്ങനെ ഓരോ വിഷയത്തിലും ഇപ്പം ദാട്ടെ എയിംസിൻ്റെ കാര്യത്തിൽ സാലി. അതായത് നമുക്കറിയാം, എയിംസിന് വേണ്ടി കേരളത്തിൻ്റെ മുറവിളി തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. ഇക്കാര്യം ഒരുപക്ഷെ കോടതിയുടെ മുമ്പിൽ ആദ്യമായിട്ടായിരിക്കണം എത്തുന്നതെന്ന് കരുതുന്നു.
അതുകൊണ്ട് തന്നെ കോടതി ഗൗരവത്തിൽ ഈ വിഷയം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതി ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് നടന്ന അപേക്ഷകളും അതിൻ്റെ പരിഗണിക്കുന്ന കാര്യങ്ങളും ഒക്കെ കോടതിയുടെ മനസ്സിലുണ്ട് എന്നീ വാദം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. കാരണം 2014 മുതൽ ഇതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ നടക്കുന്നതല്ലേ എന്നാണ് കോടതി കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകനോട് ചോദിച്ചത്. പിന്നെ ഈ 11 വർഷമായിട്ടും എന്തുകൊണ്ടാണ് ഒരു തീരുമാനത്തിലേക്ക് പോലും നിങ്ങൾക്ക് എത്താൻ കഴിയാത്തത് എന്നാണ് അന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പ്രതിനിധി, ഓൺലൈനായി ഹാജരായ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പ്രതിനിധിയോട് ചീഫ് ജസ്റ്റിസ് ചോദിച്ചത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ 4 ആഴ്ചത്തേക്ക് സമയം തേടിയപ്പോൾ ഇന്നത്തേക്ക് വീണ്ടും പോസ്റ്റ് ചെയ്ത് രാവിലെ കേസെടുത്തിട്ട് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയത്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ആ കേസിലൊരു വിശദീകരണത്തിനായി മാറ്റിവെച്ചപ്പോഴും കോടതിയെ ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ കേരളത്തിന് തൃപ്തികരമാവുന്ന ഒരു വിശദീകരണം നൽകാനും കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകന് കഴിഞ്ഞില്ല. ഹൈക്കോടതി ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് എതിരെ ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.